ഇല്ല, ഡൽഹി യാത്ര മാറ്റിവെച്ചു. തിരഞ്ഞെടുപ്പ് യുദ്ധം അവിടെ നടക്കട്ടെ. എന്റെ യുദ്ധം ഇവിടെയാ. ആ യുദ്ധത്തിൽ ജയിച്ച് ശത്രു സംഹാരം നടത്തി ഞാൻ വരും. ആ പ്രകാശ്, ശരിക്കും സർ, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? പ്രകാശ് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ. പ്രകാശിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ചന്ദ്രമതിയും സിദ്ധാർത്ഥൻ്റെ മുന്നിൽ ഇപ്പോഴും ഒരു കോമാളിയായിട്ട് തുടരുമായിരുന്നു. മറച്ചു വെച്ചിരുന്ന സത്യം പുറത്തു കൊണ്ടുവന്ന ഞങ്ങളെ കാണിച്ചത് പ്രകാശല്ലേ. അതിൻ്റെ നന്ദി ഞങ്ങൾക്ക് മരിക്കോളം പ്രകാശനോടുണ്ടാവും. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ മീര, അവളിപ്പോ നന്ദിപൂർവ്വം പ്രകാശനം നോക്ക. ഞാൻ സാറിന്റെ വാർത്താ സമ്മേളനം കണ്ടിരുന്നു. ചന്ദ്രോത്ത് കുടുംബത്തെ സാറ് ശക്തമായിട്ട് തന്നെ ആക്രമിച്ചു. അത് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം. ഇനി നടക്കാൻ പോകുന്നത് പ്രത്യക്ഷത്തിലുള്ള ആക്രമണം. ഞാൻ എൻ്റെ മോളുടെ ആത്മാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ചന്ദ്രോത്ത് തറവാടിനെ തകർത്ത് തരിപ്പിടമാക്കിയിട്ട് അവിടെ ഒരു കുളം തോണ്ടുവന്ന്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാനത് ചെയ്യും. എല്ലാത്തിനും സാക്ഷിയായിട്ട് പ്രകാശ് ഞങ്ങളുടെ കൂടെ വേണം. ഗിരീഷേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ കുടുംബത്തിൽ നിന്നാ. പക്ഷെ സാർ, ഞാൻ സത്യത്തിനൊപ്പമായിരിക്കും, സാറിനൊപ്പമായിരിക്കും. താങ്ക് യു പ്രകാശ്, താങ്ക് യു. അതിരിക്കട്ടെ സർ, ആ നന്ദൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? ഇല്ല. ഞാൻ പൂട്ടാതിരിക്കാനാണല്ലോ സിദ്ധാർത്ഥനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രകാശ്, സിദ്ധു നന്ദനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നന്ദനെ പുറത്തു കൊണ്ടുവരും. അവൻ എനിക്ക് വേണം. അവനെ മാത്രമല്ല, ആ ചന്ദ്രോത്തിലെ എല്ലാ മനുഷ്യരും ഞാൻ ഇവിടെ കൊണ്ടുവരും. ഓക്കെ സാർ, സാറിന്റെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. ഏയ് പ്രകാശ്, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട സാർ, അത് ഇനി ഒരിക്കലും ആവാം. ഏയ് പറ്റില്ല. ഇന്ന് ഇവിടെ നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം. പറഞ്ഞില്ലേ പ്രകാശേ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അല്ല, അംഗം തന്നെയാ പ്രകാശ്. മോനെ, അച്ഛാ, അച്ഛൻ വിഷമിക്കല്ലേ. ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ. ഏയ് അച്ഛാ, എന്താ ഇത്? അച്ഛൻ ഇനി അധികം സംസാരിക്കണ്ട. നമ്മുടെ ദൈവമോളെ എവിടെയാ മോനെ? അവളെ കണ്ടുപിടിക്കണ്ടേ? ദേവി ഉടൻ കണ്ടെത്തും. അച്ഛൻ പേടിക്കണ്ട. ശാരിക അമ്മയും ഇപ്പൊ തന്നെ വരും. അവര് വന്നിട്ട് എനിക്കൊന്ന് വീട്ടിലോട്ട് പോണം. സിസ്റ്റർ, മാധവനും നാളെ എവിടെ കിടത്തിരിക്കുന്നേ? റൈറ്റ് സൈഡ് പോയാൽ മതി. മോളെ. എന്തൊക്കെ കാര്യങ്ങളാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മോളെ, മോളെ, എന്താ പറ്റി? അയ്യോ മാധവേട്ട, ഇത്രയും ദിവസം എവിടെയായിരുന്നു മാധവേട്ട? നമ്മുടെ മോളെവിടെ? എന്താ ഒന്നും മിണ്ടാത്ത മാധവേട്ട? എന്താ പറ്റിയത്?
മാധവേട്ട അമ്മേ ശാരി വേണം വെക്കല്ലേ. ഞങ്ങളൊക്കെ വിട്ടിട്ട് എവിടെയായിരുന്നു മാധവേട്ട? എന്താ പറ്റിയത്? ഈശ്വര, രാധികേ, എനിക്കൊന്നും പറ്റിയില്ല. നമ്മുടെ മോളെ കുറിച്ചാ പേടി. ഈശ്വര, ദേവിയെ കുറിച്ച് അറിവൊന്നുമില്ലേ മോനെ? ഇല്ല. ഈശ്വര, എന്റെ മോളിത് എവിടെ പോയി? രാധികേ, ആരോട് ചോദിക്കാൻ എന്റെ ദൈവമേ? എന്റെ മോൾ എവിടെ പോയി? എന്റെ മോക്ക് എന്താണോ പറ്റിയത്? ഈശ്വര, അമ്മേ അമ്മേ ഒച്ച വെച്ച ആൾക്കാരെ കൂട്ടല്ലേ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാ അച്ഛൻ. മോനെ, മോൻ പോയിക്കോ. ഇവരിവിടെ ഉണ്ടല്ലോ. ചെല്ലു മോനെ. അമ്മേ ഞാനിന്ന് വീട് വരെ പോയിട്ട് വരട്ടെ. പൊയ്ക്കോ മോനെ, ഉടനെ തിരിച്ചു വരണമെന്നില്ല. ഇവിടെ പോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. നന്ദേട്ടാ സോറി. ഞാൻ അപ്പോഴത്തെ ഒരു വിഷമത്തിലാ ചന്ദ്രത്ത് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഏയ് അതൊന്നും സാരില്ല. ഇത് കൈവച്ചോ, പിടിക്കേ. അയ്യോ മോനെ, അതൊന്നും വേണ്ട. ഇരിക്കട്ടെ. പിടിക്കേ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ. അച്ഛാ ഞാൻ പോട്ടിരാം. സാറേ, ഞാൻ സാറിനെ ഇവിടൊക്കെ നോക്കുമായിരുന്നു. ആഹാ, അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു ദിവസം ആവും ഭേദമാവാൻ. ഓ, ഇതാണ് സാർ അന്വേഷിച്ചു വന്ന ആളല്ലേ? ആ അതെ. ഞങ്ങള് ഈ സാറാ കാറിക്കൊണ്ടുവന്നത്. എന്തു പറ്റിയതാ? എന്റെ ആങ്ങളുടെ തല പൊട്ടി ചോര ഒലിച്ച് കിടക്കുമായിരുന്നു. അടിയും പിടിയായിട്ട് നടക്കുന്നവർക്ക് പറ്റുന്നത് തന്നെ. അയ്യോ, കാര്യമായിട്ട് എന്തെങ്കിലും? ഏയ് എസ്തപ്പാൻ ഇതൊക്കെ ശീലവാ. ഒന്ന് തല പൊക്കിയ ഇവിടുന്ന് അങ്ങ് ചാടും. ഇപ്പൊ തന്നെ അന്വേഷിച്ചു തുടങ്ങി കാണും. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. നന്ദിയുണ്ട് സാറേ. ആ അമ്മേ, നമ്മുടെ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട കേട്ടോ. അറിയാലോ. ആ, ഞാൻ ശ്രദ്ധിച്ചോളാം മോനെ. അച്ഛാ എന്നേ പോട്ടുരാം. ചെല്ലു മോനെ. ശരി. എനിക്കൊന്നുമില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ മോൾ എവിടെ പോയി? രാധിക, എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാ മതി. ഈശ്വരാ.
സാറ് വന്നേ. എസ്തപ്പാനെ, എസ്തപ്പാനെ. അല്ല, ഉറങ്ങാന്നെ വിളിക്കണ്ട, പറഞ്ഞാ മതി. എസ്തപ്പാനെ, എടാ എസ്തപ്പാനെ. എന്താ ദേ, ഇതാരാണെന്നറിയോ? ആരാ? ഈ സാറിന്റെ വണ്ടിയിലാ എസ്തപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിചാരിതമായ ഞാൻ നിങ്ങളെ കാണുന്നേ. പക്ഷെ എന്തോ എസ്തപ്പ മനസ്സിലങ്ങ് കയറിക്കൂടി. സാറിനെ ഞാൻ മറക്കില്ല. നന്ദിയുണ്ട്. പലപ്പോഴും പരിചിതരല്ലാത്തവരാണല്ലോ തുണയായിട്ട് വരുന്നേ. ഇപ്പൊ തന്നെ ഞാൻ കരയിപ്പിച്ചൊരു പെണ്ണ എന്നെ സഹായിച്ചേ. പരിചയമില്ലാത്ത സാറിനെ പോലെ ഒരാള് നന്മ ചെയ്തു. എന്നെ പോലൊരാൾക്ക് ഇതുപോലെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. മറക്കില്ല സാറേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും പരിചയപ്പെടുന്നേ. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. നമ്മൾ ഇനിയും കാണും സാറേ. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നേ. കാണാം. ശരി, അപ്പം. ഓഹോ, ശരി എന്നാ. ശരി സാറേ. നല്ലൊരു കൊച്ചാൻ. എസ്തപ്പാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലേ? ഒന്ന് പോയേലിയാമേ. അണ്ണാ, അവൻ ദൈവം വരുന്നുണ്ട്. വണ്ടി എടുക്ക്. സ്പീഡ് പോട്ടെ, സ്പീഡ് പോ.
എന്നെ ഏതൊക്കെ വണ്ടി ഫോളോ ചെയ്യണമല്ലോ. ഹലോ അച്ഛാ. നീ എവിടുന്ന് പോന്നല്ലോ അല്ലേ? ഞാൻ വന്നോണ്ടിരിക്കുക അച്ഛാ. ഇപ്പൊ ഇറങ്ങിയുള്ളോ? വരുമ്പോ ലേറ്റ് ആവൂടാ. ആ, കുറച്ച് ലേറ്റാവും. ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താടാ? കുറെ നേരമായിട്ട് 2 വണ്ടികൾ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. സ്ലോ ചെയ്തിട്ട് അവർ കയറി പോകുന്നില്ല. ബലരാമന്റെ ആൾക്കാരായിരിക്കും. വണ്ടി നിർത്തണ്ട. അവരുമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം. സബ് റോഡ് പിടിക്കാൻ പറ്റിയ അങ്ങനെ ചെയ്യണം. ആ, ഇവിടെന്തോ ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ നോക്കട്ടെ. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോക്കോ. അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഏർപ്പാട് ചെയ്യാം. ശരി അച്ഛാ. നീ ടെൻഷൻ ആവണ്ട, ഫോണും കട്ട് ചെയ്യണ്ട. ഏയ്, കുഴപ്പമില്ല അച്ഛാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചോളാം. ആ, ശരി. കുറച്ചേരം ഇറങ്ങിയിരിക്കാം, എന്നിട്ട് പോയാൽ മതി. ഇവിടെ നിന്നാണല്ലോ എസ്തപ്പാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ആരുമില്ലേ?
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.